നമുക്കെല്ലാവർക്കും ആർഡിനോ ഫെമിലിയർ ആണ്. DIY റോബോട്ടിക്സ് പ്രോജക്റ്റുകൾക്കാണെങ്കിലും അതുപോലെ ഇലക്ട്രോണിക്സ് പ്രോജക്റ്റുകൾക്കാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു മൈക്രോ കൺട്രോളർ ബോർഡാണ് ആർഡിനോ എന്ന് പറയുന്നത്. ആർഡിനോ ബോർഡ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒറിജിനൽ ആർഡിനോ ബോർഡും അതുപോലെ തന്നെ ആർഡിനോ ക്ലോൺ ബോർഡ്സും അവൈലബിൾ ആണ്. ആർഡിനോ ക്ലോൺ ബോർഡ്സ് എന്ന് പറയുന്നത് ഒറിജിനൽ പോലെ തന്നെയാണ്, എക്സാക്ട്ലി സെയിം ഫങ്ഷനാലിറ്റി. നമുക്ക് ഒറിജിനൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലോൺ വെച്ചും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾക്കും എക്സ്പെരിമെൻറ്റ്സിനും നമ്മൾ സാധാരണ ക്ലോൺ യൂസ് ചെയ്യുന്നതാണ് നല്ല ഐഡിയ. പക്ഷേ എപ്പോഴും നമ്മൾ ക്ലോൺ യൂസ് ചെയ്യുന്നത് നല്ലൊരു ഐഡിയ ആണോ? ഒറിജിനൽ ആർഡിനോ ബോർഡും ക്ലോൺ ആർഡിനോ ബോർഡ്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ക്ലോൺ ആർഡിനോ ബോർഡ് എന്ന് പറയുന്നത് ഒറിജിനൽ ആർഡിനോ പോലെ റിലയബിൾ ആണോ? സോ ഈ ക്വസ്റ്റ്യനെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആൻസർ പറയുന്നതായിരിക്കും. 3 കാര്യങ്ങൾ ചേരുന്നൊരു പ്ലാറ്റ്ഫോമാണ് ആർഡിനോ. 1. മൈക്രോ കൺട്രോളർ അടങ്ങിയ ബോർഡ്. 2. കോഡ് ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. 3. നമ്മൾ ആ ഒരു ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ആ കോഡ്. ഈ 3 കാര്യങ്ങളും കൂടെ ചേർന്നിട്ടാണ് ആർഡിനോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ആർഡിനോ ബോർഡിനെ പറ്റി പറയാം. നമുക്കറിയാം, ഒരുപാട് ഇലക്ട്രോണിക് പ്രോജക്റ്റുകളുടെയും റോബോട്ടിക് പ്രോജക്റ്റുകളുടെയും ബാക്ക് ബോൺ ആണ് ആർഡിനോ എന്ന് പറയുന്ന ബോർഡ്. പല ടൈപ്പ് ആർഡിനോ ബോർഡ്സ് അവൈലബിൾ ആണ്. യൂനോ, മെഗാ, നാനോ, മൈക്രോ. പക്ഷേ എല്ലാ ബോർഡുകളിലും ഒരൊറ്റ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതാണ് മൈക്രോ കൺട്രോളർ. മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന ഒരു കൊച്ചു കമ്പ്യൂട്ടർ പോലെയാണ്. എന്താണ് അതിൻ്റെ പർപ്പസ്? ഈ ഒരു മൈക്രോ കൺട്രോളർ പല ഡിവൈസുകളിൽ നിന്നും ഇൻപുട്ട് റിസീവ് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻപുട്ടിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെൻസേഴ്സ് പറയാം. അൾട്രാസോണിക് സെൻസർ, IR സെൻസർ, ഇങ്ങനെ പല സെൻസേഴ്സ് ഉണ്ട്. ഔട്ട്പുട്ടിന് എക്സാമ്പിൾ വേണമെങ്കിൽ മോട്ടോഴ്സ് പോലുള്ള ആക്ച്വേറ്റേഴ്സ് ആവാം. ഒരാൾ നിങ്ങളോട് ആർഡിനോ ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പല ആർഡിനോ ബോർഡ്സ് ആവാം. നമുക്കറിയാം, പല സ്പെസിഫിക്കേഷൻസിലുള്ള ആർഡിനോ ബോർഡ്സ് അവൈലബിൾ ആണ്. സോ ഇത്രയും ബോർഡുകളിൽ നിന്നും നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ പ്രോജക്റ്റിന് ആവശ്യമുള്ള മൈക്രോ കൺട്രോളർ ചൂസ് ചെയ്യും? മെജോറിറ്റി ഓഫ് ദി യൂസ് കേസസ് നമ്മുടെ സാധാരണ പ്രോജക്റ്റുകൾക്കെല്ലാം ആർഡിനോ യൂനോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ പ്രോജക്റ്റിന് ഒരുപാട് GPIO പിൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന മെഗാ യൂസ് ചെയ്യാം. ഇനി സൈസ് ഒരു പ്രശ്നമാണ്, നിങ്ങൾക്ക് മിനിമം സൈസുള്ള ബോർഡ് വേണമെങ്കിൽ ഈ കാണുന്ന നാനോ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വൈഫൈ കണക്ടിവിറ്റി വേണമെങ്കിൽ ഈ ബോർഡുകളിൽ നിങ്ങൾക്കൊരു വൈഫൈ മൊഡ്യൂൾ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ കാണുന്ന പോലെയുള്ള ബോർഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് തന്നെ വൈഫൈ മൊഡ്യൂൾ എംബഡഡ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ബോർഡുകളുടെയും ഒറിജിനൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വേർഷനും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ചീപ്പറായിട്ടുള്ള ക്ലോൺ വേർഷൻസും അവൈലബിൾ ആണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ക്ലോൺ ബോർഡ്സ് ഒറിജിനൽ പോലെ പെർഫോം ചെയ്യുമോ ഇല്ലയോ? ഇതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ, ആർഡിനോ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ആർഡിനോയുടെ ഡിസൈൻസ് പബ്ലിക്കലി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡിസൈൻസ് യൂസ് ചെയ്തുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അവരുടേതായ ആർഡിനോ ബോർഡ്സ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം, നമ്മൾ ബേസിക് കമ്പോണൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം ആർഡിനോ ബോർഡ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. നമുക്ക് വേണമെങ്കിൽ ഇത് ബ്രെഡ് ബോർഡിലും ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ ആൽറ്റിയം എന്ന് പറയുന്ന PCB ഡിസൈനിങ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് സർക്യൂട്ട് വരച്ച് അടിപൊളിയായിട്ട് PCB ഡിസൈൻ ചെയ്ത് ഒരു ആർഡിനോ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ DIY ഇലക്ട്രോണിക്സ് ഒക്കെ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു ടൂളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ട്രയൽ വേർഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൽറ്റിയം 365 എന്ന് പറയുന്ന ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒരേ സമയം ഒരുമിച്ച് ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് PCB ഡിസൈനിങ് അറിയില്ല, പക്ഷേ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ആൽറ്റിയം തന്നെ അവരുടെ ഒരു PCB ഡിസൈനിങ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫ്രം ബിഗിനേഴ്സ് ടു എക്സ്പേർട്ട്. ഈ ഒരു കോഴ്സ് നിങ്ങൾ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ആൽറ്റിയം തരും. ഈ കോഴ്സ് ഫ്രീ ആണ്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി യൂസർ നെയിമും പാസ്വേഡും മാത്രം മതി. അത് വെച്ചിട്ട് ഈ കോഴ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. നമ്മുടെ ആർഡിനോ ബോർഡ് ഓപ്പൺ സോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ പല കമ്പനീസും ആർഡിനോ ബോർഡ്സിൻ്റെ ഡിസൈൻസ് എടുത്ത് അവരുടേതായ ആർഡിനോ ബോർഡ്സ് ഉണ്ടാക്കിയിട്ട് അതിനെ ആർഡിനോ കോമ്പാറ്റബിൾ എന്ന് പറയുന്ന ലേബലോടുകൂടി മാർക്കറ്റിൽ വിൽക്കുന്നു. അതാണ് ആർഡിനോ ക്ലോൺ ബോർഡ്സ്. ഇൻ മോസ്റ്റ് കേസസ് ഈ ആർഡിനോ ക്ലോൺ ബോർഡ് ഒറിജിനൽ ആർഡിനോ ബോർഡ് തന്നെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ USB കണക്ട് ചെയ്തിട്ട് കോഡ് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ എല്ലാ രീതിയിലും ഒറിജിനൽ ആർഡിനോ ബോർഡ് പോലെ തന്നെ ആയിരിക്കും ക്ലോണും ബിഹേവ് ചെയ്യുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒറിജിനൽ ആർഡിനോ ബോർഡിന് സാധാരണ നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് നല്ല രീതിയിലായിരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത്. അതേസമയം ക്ലോൺ ആണെങ്കിൽ ചീപ്പായിട്ടുള്ള കമ്പോണൻസും മാനുഫാക്ചറിങ്ങിന് അത്രയ്ക്കൊരു ക്വാളിറ്റി കാണത്തില്ല. അത് ആ ഒരു മാനുഫാക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ സ്റ്റഡി സീരിയസ് ആണെങ്കിൽ, ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഒറിജിനൽ ആർഡിനോ ബോർഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാനാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ,
ഓർഡിനോ ക്ലോൺ ബോർഡ്സ് യൂസ് ചെയ്യുന്ന അത്ര ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ആവണമെന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ റിലയബിലിറ്റി ക്വസ്റ്റ്യനബിൾ ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരികയാണെങ്കിൽ അതൊരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം പാടാണ്. അതുപോലെ തന്നെ കുറച്ച് ഡീമോട്ടിവേറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരുവിധം ഓർഡിനോ ഫെമിലിയർ ആയി കഴിഞ്ഞാൽ, ഓർഡിനോ ഐഡിയയും അതുപോലെ തന്നെ കോഡും ബോർഡ്സും ഇതെല്ലാം ഫെമിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഓർഡിനോ ക്ലോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഇഷ്യൂസ് വന്നാലും അത് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.